അതിനൊരു പുത്തൻ റെസിപ്പി ആയിട്ടാണ് കണവ കുത്തി നിറയ്ക്കുക. സാധനങ്ങൾ ഇട്ടിക്കൊണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് കാണിക്കാം. കണവ ചെറുതായിട്ടൊന്ന് ഡ്രൈ ചെയ്തിട്ട് ഒരു കുക്കറിലൊന്ന് അടിച്ചിട്ട് വെച്ചേക്കുന്നതാണ്. ഇത് കണവ എരിഞ്ഞേക്കണം. അതായത് ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള ഗ്രേവി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. മല്ലിപ്പൊടി, നാരങ്ങ, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, സവോള, ഇഞ്ചി. വീഡിയോയിട്ട് വാ വെളിച്ചെണ്ണയാണ്. ഇത് നമ്മൾ കണവ കുക്കറിലിട്ടൊന്ന് അടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ കണവയ്ക്ക് നല്ല വേഗം അറിയാമല്ലോ. വേഗം കണവ വയറ്റി ചെന്ന് കഴിഞ്ഞാൽ വയറുവേന ഉണ്ടാവും. വെളിച്ചെണ്ണ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കല്. കാരണം ഗ്രേവി ഒത്തിരി കുഴഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കുത്തി നിറയ്ക്കാൻ പറ്റില്ല. കടുകിടാൻ പോകും. കടുക് സവോള, കൂന്തൽ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ശകലം നമ്മുടെ മല്ലിച്ചപ്പും പുളിയും കൂടെ അരച്ചത്. ഇനി ഇതിന് വേണ്ടി ഉപ്പ്. ഇതിന് വേണ്ട ഉപ്പിട്ടാൽ കേട്ടോ. ഉപ്പ് നമ്മൾ ഈ കണവ ഫ്രൈ ചെയ്യുന്നതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. ഇല്ല, ആവശ്യം ഇതിനുള്ള ഉപ്പിട്ടാൽ മതി. ഈ കുറച്ച് ഇട്ടാൽ കരിയില്ല. കരിക്കാൻ അതിൻ്റെ ടേസ്റ്റ് ചെയ്യും. നന്നായിട്ടൊന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇതൊന്നും ഒരു വാടി കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയും ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചേർക്കും കേട്ടോ. ഇത് നമ്മുടെ കൂന്തൽ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറും മതി. നല്ല ബ്രൗൺ കളറായി കേട്ടോ. ഇനി നമുക്കതിനകത്ത് നമ്മുടെ പൊടി ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഒത്തിരി തന്നെ ഇത്ര മഞ്ഞൾപ്പൊടി മതി. മുളക് പൊടി ദേശം ഇട്ടാൽ കേട്ടോ. കുരുമുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സെറ്റ്. പിന്നെ ഒരു സാധനം ഉണ്ട് കേട്ടോ, നാരങ്ങ കുരു ഒന്നും ഇതിൽ. ഇങ്ങനെ വീണ് വെന്തൊന്ന് ഇളക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശകലം ഇട്ടണം. ഉപ്പ് മാത്രം അറിയാമല്ലോ. എല്ലാവരും ആവശ്യത്തിന് മുളക് പൊടി എല്ലാ സാധനവും ആവശ്യത്തിനാട്ടോ. ടീസ്പൂൺ ശകലം കൂടി ഇട്ടോണം. അതെ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു പക്ക റബ്ബർ ബാൻഡ് പോലെയാണ്. ഇതേണ്ട നല്ല കളറായി. ഈ സാധനത്തിനാണ് നമ്മുടെ കണവയ്ക്കകത്ത് ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മളിതിന് ഇച്ചിരി അതിന് ഒരു 10 മിനിറ്റ് തണുക്കാൻ വെക്കും കേട്ടോ. ഓക്കെ, ഇപ്പോൾ സംഭവം ഉണ്ടല്ലോ, കണവയ്ക്കകത്ത് കയറ്റി ചെയ്ത് മനസ്സിലായോ. ഇതേ നമ്മുടെ കതിന അരയ്ക്കാൻ പോകണം. കതിന സ്പൂൺ കൊണ്ട് നടക്കത്തില്ല. വറുത്ത് വെച്ച സാധനം അതും നമ്മൾ പകുതി കുക്കറിലിട്ട് വേവിച്ച സാധനം നമ്മൾ നിറച്ച് സെറ്റാക്കി കുത്തി കുളിക്കണം കേട്ടോ. എന്നാലേ നമുക്കത് വെന്ത് മുറിച്ച് ചെയ്യുമ്പോൾ നമുക്കത് കഴിക്കാൻ കിട്ടത്തുള്ളൂ. ഇത് കേട്ടോ, ഏതാ വെച്ചാൽ നമുക്ക് ഒരു ഭംഗിക്ക് ഒരു ബലത്തിന് ഇവൻ ചാടിപ്പോയിരിക്കാൻ വേണ്ടി ഇതിലേക്കൊരു കുത്തും. കണ്ടല്ലോ, കണ്ടോ? ഓക്കെ, ഡൺ. കിട്ടിയിട്ടുണ്ട്. ഇന്നലെ നമ്മളെ കഴിച്ചു. കണ്ടല്ലോ, നമ്മുടെ ഈ ഇതുണ്ടല്ലോ അവിടെ ചേർക്കാണോ, അത് കറക്റ്റായിരുന്നു. നമ്മൾ ഈ അവസാനത്തെ അതോടെ കയറ്റി കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ഒരു ശകലം പോലും മിച്ചമില്ല. ഇനി നമുക്കിതിനെ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുത്തി നിറച്ച കറവ ഫ്രൈ. നമ്മൾ ഈ സാധനം കേട്ടോ ഒത്തിരി നേരം ഒന്നും ഇടണ്ട. ജസ്റ്റ് നമുക്ക് ആ ഒരു ഫ്രൈ ചെയ്യുന്ന പൊട്ടോ അത് പൊട്ട് തെറിക്കുന്നുണ്ട്. വളരെ സൂക്ഷിച്ചു കേട്ടോ. ഇപ്പം ചെറുതായിട്ട് പൊട്ടി തെറിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അടച്ച് വെച്ചേ വേവിക്കാവുള്ളൂ. ശ്രദ്ധിച്ചോണം. ചെറുതായിട്ട് ഇവൻ മറ്റേ നമ്മുടെ മീനിൻ്റെയൊക്കെ മുട്ട തെറിക്കുന്ന പോലെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് ടേസ്റ്റുള്ള സാധനം പൊട്ടിത്തെറിക്കുള്ളൂ. കഷ്ടപ്പെട്ടാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് ഞങ്ങൾ മുറിച്ച് നല്ല മുറിപ്പാന്ന് കഴിക്കുമായിരിക്കും. ആടി ചെറുതായിട്ട് ചേച്ചി വന്നു കേട്ടോ. വേണ്ടല്ലോ, നല്ല മൂടി വേണം. പിന്നെ കണക്കൊരു പ്രത്യേകത ഉണ്ട്. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഈ സാധനം റബ്ബർ പോലെ ആയിട്ട് ഭംഗി എന്നല്ല കേട്ടോ. നമ്മളിങ്ങനെ മുറിക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. നമ്മൾ കാത്തിരുന്നു വേണേ
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിച്ച് സൈഡൊക്കെ ഇട്ടോണം. ഇതൊന്ന് വെന്താണ്, പക്ഷെ വെന്തെന്ന് പറഞ്ഞാൽ ഈ എണ്ണയിൽ ഇതിനകത്തിരിക്കുന്ന സാധനം ഇതും കൂടെ ചേർത്ത് മുരിയുമ്പോൾ ഒരു രുചി വരും. ആ സാധനം നമുക്ക് കിട്ടുന്നത്. വേണ്ട ചിറക് 2 ചിറകൊണ്ടിരുന്നാലടാ. കുമാരി മറ്റേ അംഗനവാടി പോകാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിന് മുമ്പ് നമ്മൾ വലയിട്ട് പിടിക്കും. അതുകൊണ്ട് അമ്മരെല്ലാം കുഞ്ഞനായിട്ടിരിക്കും. എടാ ഇനി നമ്മളിതിനെ മുറിച്ചിൻ്റെ ആകാൻ കൂടെ കാണിക്കാം കേട്ടോ. ജസ്റ്റ് മിനിറ്റ് മുറിച്ച് നോക്കാം. പിന്നെന്താ ധാരാളം അത് ചൂടാ, ഭയങ്കര ചൂടാ. അടിപൊളിയാ. ഇനി ഇതിനകത്ത് ശർക്കര ഒഴിച്ചുകറിയുണ്ട്. അത് നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കിയ അപ്പം കണ്ടല്ലോ, നല്ല കണവ, നല്ല മൂരും വരാൻ നല്ല കിട്ടുന്നുണ്ട്.